ആൻഡ്രു, ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. ലീഗ് വളരെ കരുതലോടുകൂടി നീങ്ങുന്നു. PM എ സലാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. പക്ഷേ അപകടം മണത്ത് ജിഫ്രി മുത്തുക്കോയെ തങ്ങളൊരു ചെക്ക് ഇടുവിക്കുന്നു. അതേസമയം തന്നെ CPM നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകുന്നുമില്ല. സമവാക്യങ്ങൾ മാറുന്നു. ഈ സമവാക്യങ്ങൾ മാറുന്നു എന്ന് ചോദിച്ചാൽ ആ കട്ടിൽ കണ്ട് ആരും പനിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം 30 വർഷത്തെ പാരമ്പര്യ ബന്ധമാണ് CPM-ഉം AP അബൂബക്കർ മുസ്ലിയാരും തമ്മിലുള്ളത്. അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാഠിന്യം പറഞ്ഞാൽ സമസ്തേന ലീഗിൻ്റെയോടുള്ള വിരോധം കാരണം പുലർത്തി വന്നിട്ട് രാഷ്ട്രീയ അഭയം കൊടുത്ത പാർട്ടിയാണ് CPM. അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ തല്ലുണ്ടാക്കുന്നത് പോലെക്കാളും അപ്പുറം ഒരു പ്രശ്നം ശരിക്കും AP അബൂബക്കർ മുസ്ലിയാരും CPM-ഉം തമ്മിൽ ഉണ്ടാവാറില്ല. കാരണം അവർ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു സമയം എന്ന് പറയുന്നത് അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോഡി വേസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. മുടിയും നഖവും എല്ലാം ബോഡി വേസ്റ്റ് ആണെന്ന് പിണറായി വിജയൻ അന്ന് പറയുന്ന സമയത്ത് അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ ശക്തമായ നിലപാടാണെന്ന് സ്വീകരിച്ചത്. അപ്പം എന്ത് സംഭവിക്കുന്നതെന്ന് അറിയോ? നമ്മൾ എല്ലാ പ്രാവശ്യവും അന്നേരം ലീഗ് ഓടി വരും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം, കോഴിക്കോട് AP വിഭാഗത്തിന് ഏറ്റവും കാതലായ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കൈകാര്യം ചെയ്ത സ്ഥലങ്ങളിലെല്ലാം ഈ ലീഗിന് സ്വാധീനമുണ്ട്. അവിടെ ഇവർ രണ്ടും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ചില മണ്ഡലങ്ങളിൽ സാധിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ AP എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം ലീഗ് വന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ APയുടെ മനസ്സിലെപ്പോഴും മുസ്ലിയാരുടെ മനസ്സിലെപ്പോഴും ഉള്ളത് ലീഗ് വിരോധം തന്നെയാണ്. അതാണ് എപ്പോഴും അദ്ദേഹം ആ ശൈലിയിലേക്ക് വരിക. ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേരെടുത്ത് പറഞ്ഞ് തോൽപ്പിക്കും. അവിടെ പോയി സമ്മേളനം നടത്തി തോൽപ്പിക്കും. അത് ലീഗിൻ്റെ കാര്യത്തിൽ മാത്രമേ നടക്കാറുള്ളൂ. വേറൊരു MLA തോൽപ്പിക്കുന്നത് നിങ്ങൾ എവിടെയും പോയി കണ്ടിട്ടുണ്ടോ? അല്ല, അവിടെ പോയി. കാരണം അങ്ങനെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ലീഗിനെതിരെയാണ്. അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ലീഗ് എന്ന് പറയുന്നത് വിചാരിക്കും ഇവരിപ്പോൾ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് അവസാനം ചെന്ന് നിൽക്കുക കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക്. ഒരിക്കലും കോൺഗ്രസിൻ്റെ പാളയത്തിലേക്കൊന്നും AP വിഭാഗം എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ശൈലിയും AP വിഭാഗത്തിനില്ല. കാരണം ഈ നോളജ് സിറ്റി അടിവാരത്ത് കോഴിക്കോട് ജില്ലയിൽ പണിയുന്ന സമയത്ത് അവിടെ ആ സമയത്താണ് എന്താ പറയുക ഈ പള്ളി പണിയുന്നതും ഫെസിലിറ്റി പണിയുന്നതെല്ലാം. അവിടെയൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ ശിഹാബ് അലി തങ്ങൾ അവിടെ പോയി സന്ദർശനം നടത്തി. അപ്പം എങ്ങനെയെങ്കിലും അടുക്കാൻ പാകമുള്ള PM എ സലാം അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെ അടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങളെല്ലാം ലീഗ് നോക്കുന്നുണ്ട്. ആ രീതിയിലൊന്നും അങ്ങനെ അടുക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ മെക്സവൻ്റെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് അവിടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞതല്ലേ അതിൻ്റെ അകത്ത് കറക്റ്റ് കാര്യം. പൊതുജനങ്ങളോടുള്ള അഭിപ്രായം പറയേണ്ട പാർട്ടിയാണ് CPM. അവർ ഇടകലർന്ന് ജീവിക്കാം എന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. ഏത് രീതിയിലാണ് ജനങ്ങൾ ജീവിക്കുന്നത്? അവർ കേരളം ഭരിക്കുന്ന ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് സ്ത്രീകൾ പുരുഷന്മാർ ഇടകലർന്ന് ജീവിക്കേണ്ട എന്ന് പറയാൻ പറ്റുമോ? മതപണ്ഡിതന്മാരുടേതായ ശൈലികൾ പല കാര്യങ്ങളും പറയും. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ പള്ളിയിൽ അച്ഛന്മാർ പള്ളിയിൽ ഇടയിലേനെ വായിച്ചെന്ന് വെച്ചിട്ട് ആരെങ്കിലും വന്ന് പുറത്ത് യുദ്ധം ഉണ്ടാക്കുമോ? ഒരിക്കലും യുദ്ധം ഉണ്ടാക്കാറില്ല. ഒരു യുദ്ധം ഉണ്ടാവാറില്ല. ഇപ്പോൾ SNDP അവരുടെ SNDP അംഗങ്ങൾക്ക് ഒരു ലെറ്റർ എഴുതി അല്ലെങ്കിൽ ഒരു യൂണിയനെ ഒരു സംവിധാനം എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ബഹളം ഉണ്ടാക്കാൻ നിൽക്കുമോ? NSS അങ്ങനെ ചെയ്താൽ ആരെയും ബഹളം ഉണ്ടാക്കാൻ നിൽക്കുമോ? പക്ഷേ മുസ്ലിം സംഘടനകൾ ചെയ്യുമ്പോൾ മാത്രം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടുമോ? കാരണം AP അബൂബക്കർ മുസ്ലിയാർ അവരുടെ മുസ്ലിം സമുദായത്തെ ബന്ധപ്പെട്ട് അവരനുഷ്ഠിച്ച് വരുന്ന പല സംവിധാനങ്ങളും അവരനുഷ്ഠിച്ച് വരുന്ന അവരുടെ നിയമങ്ങളും അവരുടെ അവരുടെ മുസ്ലിം സമുദായത്തെ ബന്ധപ്പെട്ട അവരുടെ കാര്യങ്ങളെല്ലാം അവരുടെ സമൂഹത്തിനോട് പറയുന്ന സമയത്ത് ആർക്കാണ് ഇത്ര പ്രശ്നം? അവരുടെ മുസ്ലിം അവരുടെ ആ ശൈലി ഉൾക്കൊണ്ട് വളർന്നു വരുന്ന ആൾക്കാരല്ലേ? അവരുടെ ശൈലിയിലുള്ള ജീവിതം നയിച്ചു വരുന്ന ആൾക്കാരല്ലേ? അവരുടെ സ്ത്രീകൾ പൊതു ഞങ്ങളിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ സൗദി ചെന്നത് പറയാൻ പറ്റുമോ? ദുബായി ചെന്നത് പറയാൻ പറ്റുമോ? കാരണം അവരെ ശൈലിയിൽ ജീവിച്ചു വരുന്ന ആൾക്കാരുണ്ടാവും. അവരെ മതപണ്ഡിതർ പഠിപ്പിച്ചിട്ടുള്ളതും അവരെ പണ്ഡിത ശൈലികൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ മതപണ്ഡിതൻ എന്നതിനൊക്കെ AP അബൂബക്കർ മുസ്ലിയാർക്ക് പറയാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. അതിനാരും ചോദിച്ചിരുന്നില്ല. അതുപോലെ തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം, ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ ശീലിച്ച് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാം. 18 പാർട്ടി സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തതിനകത്ത് എത്ര വനിതാ നേതാക്കന്മാരുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ എത്ര വനിതാ നേതാക്കന്മാർ ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്? വളരെ ചുരുക്കമാണ്. അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കണം. ചില സാമൂഹികാവസ്ഥയുടെ പ്രതിഫലനമാണ്. കാരണം ചില ലോക്കൽ കമ്മിറ്റിയെ കൂടുന്നത് ഒരു വൈനത പോലും ഇല്ല. ഒരാളെങ്കിലും കിട്ടിയാൽ അദ്ദേഹത്തെ പിടിച്ച് സെക്രട്ടറി ആക്കാൻ പറ്റുള്ളൂ. ഒരാളെ പോലും കിട്ടാറില്ല. പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 50% സ്ത്രീ സംവരണം കൊടുത്തത് ഈ പാർട്ടി ഭരിക്കുമ്പോൾ അതാണ്. വളരെ ചുരുക്കം വരുന്ന ആൾക്കാരാണ് വരുന്നത്. ഈ പറഞ്ഞ സംവിധാനത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഈ കേരളത്തിൽ എത്ര വനിതകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നുണ്ട്?
വളരെ ചുരുക്കമാണ്. അപ്പം പാർട്ടികൾ അവരുടേതായ ശൈലിയിൽ ഇറങ്ങണമെന്നാണല്ലോ പറയുന്നത്. ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞത് എന്താണ്? ഈ പറഞ്ഞ പൊതുസമൂഹത്തിൽ വനിതകൾ ഇറങ്ങണം, സ്ത്രീകൾ ഇറങ്ങണം, വ്യായാമം നടത്തണം, പൊതു ഇടങ്ങളിൽ അവരുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കൂടണം എന്നുള്ള നിലയ്ക്കാണല്ലോ പറയുന്നത്. അതല്ലേ ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാം, മതത്തിനും മതത്തിൻ്റെ അടിസ്ഥാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പം നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതേൻ്റെ പ്രശ്നം പറയുന്നുണ്ടല്ലോ, നമുക്ക് ആർക്കെങ്കിലും അവിടെ ചെന്ന് അഭിപ്രായം പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത് സഭകൾ തമ്മിലുള്ള പ്രശ്നമാണ്, സഭേൻ്റെ ഇന്റേണലിലുള്ള പ്രശ്നങ്ങളാണ്. അവരാണ് തീരുമാനിക്കുന്നത്. അവരുടെ ശൈലി, അവരുടെ അണികളെ അല്ലെങ്കിൽ അവരുടെ മതത്തെ സ്നേഹിക്കുന്നവരെ, അവർ മതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, ഏത് ശൈലിയിൽ വളർത്തിക്കൊണ്ടുവരണം എന്ന് പറയുന്നത് ഈ പറയുന്ന മത പണ്ഡിതന്മാരല്ലേ. ഈവൻ നമ്മുടെ ഓർത്തഡോക്സ് യാക്കോബായ വിഷയത്തിൽ പോലും കോടതി വിധി ഉണ്ടായിട്ടും അവർ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ്. അത് കോടതികൾ എടുക്കുകയാണ്. വിശ്വാസ വിഷയം മാത്രമല്ല, ഇതൊരു മെക്സവൻ എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടായ്മയാണ്. അതൊരു സമുദായ സംഘടനയല്ല. ആ മെക്സവനിൽ പല വിഭാഗത്തിലും പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വന്ന് വ്യായാമം ചെയ്തു പോകുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഒരു മതപണ്ഡിതൻ അഭിപ്രായം പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ ഒരു പൊതു വിഷയത്തിലല്ല. അങ്കമാലി അതിരൂപത എന്ന് പറയുന്നത് ജനാഭിമുഖ്യ കുർബാന വേണോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. രണ്ട് കാര്യമാണ്. ഇപ്പം എന്താ ഞാൻ പറയട്ടെ, ഇപ്പം ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര നിലപാടുള്ള സംഘടനകൾക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് AP അബൂബക്കർ മുസ്ലിം. കാരണം എന്താണ്? അത് തീവ്രവാദമാണ്. ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് അവരുടെ സമുദായം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അവർ ശീലിച്ചു വന്ന അവരുടെ ചിട്ടകളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തമ്മിലുള്ള വ്യത്യാസമാണ്. ചില ആൾക്കാർ പൊതു ഇടങ്ങളിൽ ഇറങ്ങാറില്ല, ചിലർ പർദ്ദ ധരിച്ച് മാത്രമേ ഇറങ്ങുള്ളൂ, ചിലർ തട്ടം ധരിച്ച് മാത്രമേ ഇറങ്ങുള്ളൂ, ചിലർക്ക് പാട്ട് പാടാനും സിനിമ കാണാനുമുള്ള ഇതില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെന്താണ്? അവരുടെ മതത്തിലാണ്. പക്ഷേ തീവ്രവാദ സംവിധാനവും ഇത് തമ്മിൽ രണ്ടാണ്. പിന്നെ വേറെ എന്താണ്? ഇടങ്ങളിലേക്ക് ജനങ്ങളെ എങ്ങനെ സമത്വം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അത് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഗോവിന്ദൻ മാഷ് ഇന്ന് ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ പക്വതയോടുകൂടി എന്നും പറയേണ്ട കാര്യമാണ്. ഇന്നത്തെ ഇതുകൊണ്ട് മറുപടി പറഞ്ഞത് പിന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. ഇതിൽ മറ്റാരും ഇത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയമാണ്. അരുൺ സാറേ, ഇപ്പം എന്താണ് ഇനിയിപ്പോൾ 6 മാസം ഇപ്പം ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ, കോൺഗ്രസിനെ കൊണ്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറയാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? അവർ ഒന്ന് പറയുമോ? അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. പറയാൻ പറ്റുന്ന പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. വേറെ ഒരാൾ പറയാൻ. അവരെല്ലാവരും ഈ തുല്യതയെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതെ, അവരെല്ലാവരും തുല്യത പക്ഷെ പുറത്ത് പറയാൻ ഭയമാണ്. പക്ഷേ ഗോവിന്ദൻ മാഷ് അത് തുറന്നു പറയുന്നു. അതുകൊണ്ട് ഗോവിന്ദൻ മാഷുമായി ബന്ധപ്പെട്ട് തർക്കം വരുന്നു. CPM അങ്ങനെ ഒരു നിലപാട് എപ്പോഴും സ്വീകരിക്കുന്നത് ഞാൻ പറയില്ല. ഇപ്പൊ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞു, വേറെ ആരെയും പറയോ? പറയില്ല, ഒരാളും പോലും പറയാനില്ല. അപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷം സുജയിലേക്ക് മടങ്ങാം. Meet the editors.